കൈകൾ എങ്ങനെ കഴുകണമെന്ന് പഠിക്കൂ കൈകളിൽ നിന്ന് തന്നെ. ആദ്യം വെള്ളവും സോപ്പും, പിന്നെ സൗഹൃദം, വഴക്ക്, മുതല, ചിത്രശലഭം, താക്കോൽ തിരിക്കുക. പിന്നെ കീടാണുക്കളെ കഴുകിക്കളയുക. നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോപ്പ് കൊണ്ട് നിങ്ങളുടെ കൈകൾ കഴുകൂ. ഏത് സോപ്പും. ഡിയർ സ്റ്റുഡൻസ്, ഇലക്ട്രോ ഐ.ടി.യുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് സെമസ്റ്ററിലെ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന മൊഡ്യൂളിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് സ്റ്റെയർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഷേപ്പ് നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യാം. Classification of stairs according to material used. Any well-planned stair should meet the following criteria for easy, quick and safe ascent or descent. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് സ്റ്റെയർ. ഒരു സ്റ്റെയർ ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും വെൽ പ്ലാനിങ് ആവശ്യമാണ്. ഇങ്ങനെ നിർമ്മിക്കുന്ന സ്റ്റെയറിലൂടെ ഈസിയായി പെട്ടെന്ന് കയറാനും ഇറങ്ങാനും കഴിയണം. ഇതുപോലെ സ്റ്റെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ പലതരത്തിലുള്ള സ്റ്റെയേഴ്സ് ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ് സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്? ബിൽഡിങ്ങിൻ്റെ ഫംഗ്ഷനും ലൊക്കേഷനും മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയും കൺസിഡർ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള സ്റ്റെയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെയേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. സ്റ്റെയേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയലാണ് എന്നതിനെ അടിസ്ഥാനമാക്കി 5ആയി തരംതിരിച്ചിട്ടുണ്ട്. സ്റ്റോൺ സ്റ്റെയർ, വുഡൻ സ്റ്റെയർ, ബ്രിക്ക് സ്റ്റെയർ, മെറ്റൽ സ്റ്റെയർ ആൻഡ് RCC സ്റ്റെയർ. ആദ്യം സ്റ്റോൺ സ്റ്റെയർ എന്താണെന്ന് നോക്കാം. The stone to be used for the construction of stair should be hard, non-absorbent. They should possess enough resistance to the action of fire. സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റോൺ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റോൺ ഹാർഡ് ആയിരിക്കണം, നോൺ അബ്സോർബൻ്റ് ആയിരിക്കണം, വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5%. ദേ ഷുഡ് പോസസ് എനഫ് റെസിസ്റ്റൻറ്റ് ടു ദ ആക്ഷൻ ഓഫ് ഫയർ. ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. സാധാരണയായി സ്റ്റെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ആണ് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്. മറ്റു മെറ്റീരിയൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടിയ ഒരു മെറ്റീരിയലാണ് സ്റ്റോൺ. അതുകൊണ്ട് തന്നെ സ്റ്റോൺ സ്റ്റെയറിന് ഒരു സ്റ്റേബിളായ സപ്പോർട്ട് ആവശ്യമാണ്. ദീസ് സ്റ്റെയേഴ്സ് ആർ യൂസ്ഡ് ഫോർ വെയർഹൗസസ്, വർക്ക്ഷോപ്പ്. സാധാരണയായി വെയർഹൗസസിലും വർക്ക്ഷോപ്പിലുമാണ് സ്റ്റോൺ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഔട്ട്സൈഡ് സ്റ്റെയർ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോൺ സ്റ്റെയറിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ. A stone step may be constructed in any one of the following ways. സ്റ്റോൺ സ്റ്റെയറിൽ കൊടുക്കുന്ന സ്റ്റെപ്സ് നമുക്ക് പലതരത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. റെക്ടാങ്കുലർ സ്റ്റെപ്പ്, സ്പാൻഡ്രൽ സ്റ്റെപ്പ്, ബിൽഡപ്പ് സ്റ്റെപ്പ്, ത്രെഡ് ആൻഡ് റൈസർ സ്റ്റെപ്പ്, കാൻഡിലിവർ, ത്രെഡ് സ്ലാബ് സ്റ്റെപ്പ്. അത് നമുക്ക് റെക്ടാങ്കുലർ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. റെക്ടാങ്കുലർ സ്റ്റെപ്പ്. In this step, overlap is about 25 mm to 40 mm. This arrangement results in considerable saving in labor of cutting and dressing of stone. സ്റ്റോണിനെ റെക്ടാങ്കുലർ ഷേപ്പാക്കി കട്ട് ചെയ്താണ് റെക്ടാങ്കുലർ സ്റ്റെപ്പ് നിർമ്മിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ആയതുകൊണ്ടാണ് ഇതിനെ റെക്ടാങ്കുലർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഓവർലാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന രണ്ട് സ്റ്റെയർസിനെ നോക്കിയാൽ നമുക്ക് താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഒരു ഓവർലാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന ഓവർലാപ്പിംഗ് ആണ് 25 mm to 40 mm. The overlap is about 25 mm to 40 mm. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന റെക്ടാങ്കുലർ സ്റ്റെപ്പിൽ കട്ടിങ് ആൻഡ് ഡ്രസ്സിങ് ചെയ്യുന്നതിൻ്റെ വർക്കൊക്കെ സ്റ്റോണിൽ നമുക്ക് എന്തായാലും കട്ടിങ്ങും ഡ്രസ്സിങ്ങും ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലേബർ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും.
ഇതിൽ ഓവർലാപ്പ് എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 25 mm to 40 mm ആണ്. ഇവിടെ സ്റ്റോൺ സ്റ്റെയറിന്റെ ഫിഗറാണ്. ഇതിൽ റെക്ടാംഗിൾ സ്റ്റെപ്പാണ് തന്നിട്ടുള്ളത്. സ്റ്റെപ്പിൽ ലൈനും ഡോട്ടർ ലൈനും വെച്ച് സ്റ്റോണിന്റെ സിമ്പല് തന്നിട്ടുണ്ട്. അടുത്തത് സ്പാൻഡ്രൽ സ്റ്റെപ്പ്. സ്റ്റെപ്പ് ആർ ഫോം ട്രയാങ്കുലർ ഷേപ്പ് ഇൻ ക്രോസ് സെക്ഷൻ. In this arrangement, the steps are cut in such a way to obtain plane soffit. പ്ലെയിൻ സോഫിറ്റ് ലഭിക്കാൻ വേണ്ടി സ്റ്റെപ്സിനെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റെപ്സ് ആണ് സ്പാൻഡ്രൽ സ്റ്റെപ്പ്. ഇങ്ങനെയുള്ള സ്റ്റെപ്പിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് വെർ ഹെഡ് റൂം ഈസ് ഡിസൈഡ് ഹെഡ് റൂം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്പാൻഡ്രൽ സ്റ്റെപ്പ് കൊടുക്കുന്നത്. ദ വെയിറ്റ് ഓഫ് സ്റ്റെപ്പ് ഓൾസോ റെഡ്യൂസ്ഡ്. സ്പാൻഡ്രൽ സ്റ്റെപ്പിന്റെ വെയിറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനൊരു പ്ലെയിൻ സോഫിറ്റ് ആണ്. ഇതിനൊരു ഗുഡ് അപ്പിയറൻസ് ഉണ്ടായിരിക്കും. സോഫിറ്റ് അഫോർഡ് നൈസ് അപ്പിയറൻസ്. The end of spandrel step which are built into wall should be square so as to provide horizontal seating or bearing. സ്പാൻഡ്രൽ സ്റ്റെപ്പിന്റെ എൻഡ് വാൾസുമായി കണക്റ്റഡ് ആയിരിക്കും. അവിടെ ഹൊറിസോണ്ടൽ സീറ്റിംഗ് അല്ലെങ്കിൽ ബിയറിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോഫിറ്റ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് ബ്രോക്കൺ ഓർ മൗൾഡഡ്. സോഫിറ്റ് ബ്രോക്കൺ അല്ലെങ്കിൽ മൗൾഡഡ് ആയിരിക്കും. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ സർഫസ് ഓഫ് സ്റ്റെയർ ആണ്. അത് സ്റ്റെയറിന്റെ താഴത്തെ സർഫസിനെയാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. താഴെ ഒരു സ്പാൻഡ്രൽ സ്റ്റെപ്പിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബിൽഡപ്പ് സ്റ്റെപ്പ്. These steps used as thread and risers in the form of thin sandstone or marble stone placed over brick or concrete step. ബ്രിക്കിൻ്റെയോ കോൺക്രീറ്റ് സ്റ്റെപ്പിൻ്റെയോ മുകളിൽ ത്രെഡ് ആൻഡ് റൈസേഴ്സ് സ്റ്റോൺ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ബിൽഡപ്പ് സ്റ്റെപ്പ്. തിക്നെസ് ഓഫ് സ്റ്റോൺ സ്ലാബ് മേ വേരി ഫ്രം 2 to 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റോൺ സ്ലാബിൻ്റെ തിക്നെസ് 2 to 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. താഴെ ഒരു ബിൽഡപ്പ് സ്റ്റെപ്പിന്റെ ഫിഗറാണ്. താഴെ ഒരു ബ്രിക്ക് മേസൺറിയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ സ്റ്റോൺ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സപ്പോർട്ടിംഗ് ആൻഡ് ഫിക്സിംഗ്. സ്റ്റോൺ സ്റ്റെയറിൽ കൊടുക്കുന്ന സ്റ്റെപ്സിന്റെ സപ്പോർട്ടിംഗ് ആൻഡ് ഫിക്സിംഗ് എങ്ങനെയാണുള്ളതെന്നാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4 തരത്തിലാണ് സപ്പോർട്ടിംഗ് ആൻഡ് ഫിക്സിംഗ് ചെയ്യുന്നത്. എ സ്റ്റോൺ മേ ബി സപ്പോർട്ടഡ് ആൻഡ് ഫിക്സഡ് ഇൻ എനി വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. First one, the step may be supported and fixed at the both end in the wall. സ്റ്റെപ്പുകൾ 2 എൻഡുകളും വാൾസുമായി ഫിക്സഡ് ആണ്. അങ്ങനെയുള്ളതാണ് ഫസ്റ്റ് വൺ. The bearing of wall should be at least 10 cm for stair up to 1.2 meter width. സ്റ്റെയർ വിഡ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 തരത്തിൽ ഇത് പറയാൻ സാധിക്കും. 1.2 മീറ്റർ വരെയാണ് സ്റ്റെയർ വിഡ്ത്ത് എങ്കിൽ അവിടെ വോളുമായി കൊടുക്കുന്ന ബിയറിംഗ് അറ്റ്ലീസ്റ്റ് 10 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. 1.2 മീറ്ററിനേക്കാൾ കൂടുതലാണ് സ്റ്റെയർ വിഡ്ത്ത് എങ്കിൽ അവിടെ 20 സെൻറ്റിമീറ്റർ ബിയറിംഗ് പ്രൊവൈഡ് ചെയ്യണം. ബിയറിംഗ് 20 സെൻറ്റിമീറ്റർ ഫോർ സ്റ്റെയർ ഹാവിംഗ് വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 1.2 മീറ്റർ. സെക്കൻഡ് വൺ, ദ സ്റ്റെപ്പ് മേ ബി സപ്പോർട്ടഡ് അറ്റ് വൺ എൻഡ് in a wall and other end may be left unsupported. സ്റ്റെപ്പിന്റെ ഒരു എൻഡ് വോളുമായി ഫിക്സഡ് ആണ്, ഒരു എൻഡ് അൺസപ്പോർട്ടഡ് ആണ്, അത് ഫ്രീ ആണ്. നമുക്കറിയാം വൺ എൻഡ് ഈസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ എന്ന് പറയുമ്പോൾ അതിനെ കാന്റിലിവർ എന്നാണ് പറയാറുള്ളത്. കാന്റിലിവർ സ്റ്റെപ്പ് should not have length more than 1.2 meter. കാന്റിലിവർ സ്റ്റെപ്പിന്റെ ലെങ്ത് 1.2 മീറ്ററിൽ കൂടാൻ പാടില്ല. Third one, the step may be supported at one end in wall and other end it may be supported by steel work. സ്റ്റെപ്പിന്റെ ഒരു എൻഡ് വോളുമായി ഫിക്സഡ് ആണ്, ഒരു എൻഡ് സ്റ്റീൽ വർക്കുമായി ഫിക്സഡ് ആണ്. ഫോർത്ത്, the step may be supported both end on steel work. സ്റ്റെപ്പിന്റെ 2 എൻഡുകളും സ്റ്റീൽ വർക്കുമായി സപ്പോർട്ടഡ് ആണ്. ഇങ്ങനെയാണ് സപ്പോർട്ടിംഗ് ആൻഡ് ഫിക്സിംഗ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബോത്ത് എൻഡ് ഈസ് ഫിക്സഡ് ഓൺ വോൾ. സെക്കൻഡ് വൺ, വൺ എൻഡ് ഈസ് ഫിക്സഡ് ഓൺ വോൾ, അതർ എൻഡ് ഈസ് ഫ്രീ. തേർഡ് വൺ, വൺ എൻഡ് ഈസ് ഫിക്സഡ് ഓൺ വോൾ, അതർ എൻഡ് ഈസ് സപ്പോർട്ടഡ് ഓൺ സ്റ്റീൽ വർക്ക്. ഫോർത്ത് വൺ, ബോത്ത് എൻഡ് ഈസ് സപ്പോർട്ടഡ് ഓൺ സ്റ്റീൽ വർക്ക്. ഇങ്ങനെയാണ് സപ്പോർട്ടിംഗ് ആൻഡ് ഫിക്സിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ത്രെഡ് ആൻഡ് റൈസർ സ്റ്റെപ്പ്. ഇൻ ദിസ് അറേഞ്ച്മെന്റ് the threads and risers of stones are provided as in case of timber step. ടിംബർ സ്റ്റെപ്പിന്റെ കേസിൽ ത്രെഡ് ആൻഡ് റൈസേഴ്സ് സ്റ്റോൺ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ
ത്രെഡ് ആൻഡ് റൈസർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ സ്റ്റോൺ സ്ലാബ് ത്രെഡ് ആൻഡ് റൈസേഴ്സ് ആർ കണക്റ്റഡ് ബൈ ഡവൽസ് വെച്ച് ത്രെഡ് ആൻഡ് റൈസേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. താഴെ ഒരു ത്രെഡ് ആൻഡ് റൈസർ സ്റ്റെപ്പിന്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അടുത്തത് കാൻഡിലിവർ ത്രെഡ് സ്ലാബ് സ്റ്റെപ്പ്. ഇൻ ദിസ് അറേഞ്ച്മെന്റ് ദ സ്റ്റെപ്സ് ആർ ഫോംഡ് ഓഫ് ത്രെഡ്സ് ഓൺലി. കാൻഡിലിവർ ത്രെഡ് സ്ലാബ് സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകത, ഇതിന് ത്രെഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, റൈസേഴ്സ് ഉണ്ടായിരിക്കില്ല. ഫോർ ദിസ് പർപ്പസ് ഓൺലി ദിസ് സ്ലാബ് സ്റ്റോൺസ് ആർ യൂസ്ഡ് വിത്തൗട്ട് എനി റൈസേഴ്സ് ഉണ്ടാവില്ല, ത്രെഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് സ്റ്റെപ്പ് മേ ബി റെക്ടാങ്കുലർ ഓർ ട്രയാങ്കുലർ. ഈ സ്റ്റെപ്സ് റെക്ടാങ്കുലർ ആവാം ഇല്ലെങ്കിൽ ട്രയാങ്കുലർ ആവാം. താഴെ ഒരു കാൻഡിലിവർ ത്രെഡ് സ്ലാബ് സ്റ്റെപ്പിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ റൈസർ കാണുന്നുണ്ടോ? ഇല്ല, ത്രെഡ്സ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു കാൻഡിലിവർ ത്രെഡ് സ്ലാബ് സ്റ്റെപ്പിന്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കി ഒരു എൻഡ് ഫിക്സഡ് ആണ്, ഒരു എൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്പാൻ ആണ് പറഞ്ഞത് 1.2 മീറ്ററിൽ കൂടാൻ പാടില്ല, ലെങ്ത് കൂടാൻ പാടില്ല. ഇതിൽ റൈസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല, ത്രെഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫിഗർ കണ്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് സ്റ്റെയർ ആണ് വുഡൻ സ്റ്റെയർ ഓർ ടിംബർ സ്റ്റെയർ. സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് വുഡ് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇതിനെ വുഡൻ സ്റ്റെയർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വുഡൻ സ്റ്റെയർ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ടത്തെ വീടുകളിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് വുഡൻ സ്റ്റെയർ ആണ്. ദേ ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ദേ ആർ അൺസ്യൂട്ടബിൾ ഫോർ ഹൈ റൈസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് ഫോർ പബ്ലിക് ബിൽഡിംഗ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലാണ് കൂടുതലായി വുഡൻ സ്റ്റെയർ ഉപയോഗിക്കുന്നത്. പബ്ലിക് ബിൽഡിങ്ങുകൾക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. എ വുഡൻ സ്റ്റെയർ ഹാവ് ലൈറ്റ് ഇൻ വെയ്റ്റ്. ദേ മേ ഹാവ് പുവർ ഫയർ റെസിസ്റ്റൻറ്റ്. സ്റ്റെയർ നിർമ്മിച്ചിരിക്കും മരം കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ മറ്റു മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് വെയിറ്റ് കുറവാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, വുഡൻ സ്റ്റെയർ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് പുവർ ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആണുള്ളത്. മരത്തിന് ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഇല്ല, നമുക്കറിയാം. ഇറ്റ് ഹാവ് പുവർ ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി. The strings are supported for the stair and act as a inclined beam spanning between the floor and the landing. ഇവിടെ സ്ട്രിങ്ങേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഇൻക്ലൈൻഡ് മെമ്പർ ഓഫ് എ സ്റ്റെയർ വിച്ച് സപ്പോർട്ട് ദ എൻഡ്സ് ഓഫ് സ്റ്റെപ്പ്. സ്റ്റെപ്പിന്റെ എൻഡിനെയും ലാൻഡിനെയും തമ്മിൽ കണക്ട്, സ്റ്റെപ്സിന്റെ ഫ്ലോർസ് ലാൻഡിങ്ങോട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻക്ലൈൻഡ് ബീമാണ്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻക്ലൈൻഡ് ബീമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ അഡീഷണൽ സപ്പോർട്ട് ബിയറർ ഓർ കാരേജ് മേ ബി പ്ലേസ്ഡ് അണ്ടർ ത്രെഡ്സ്. ത്രെഡ്സിൻ്റെ അടിയിൽ ഒരു അഡീഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ബിയറർ അല്ലെങ്കിൽ കാരേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയാണ് നമുക്ക് വുഡൻ സ്റ്റെയറിൻ്റെ കേസിലുള്ളത്. വുഡൻ സ്റ്റെയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരങ്ങൾ ടീക്കൻ മഹാഗണി, തേക്കും മഹാഗണിയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുന്ന സ്റ്റെയർ സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഉപയോഗിക്കുന്ന മരങ്ങൾ ഫംഗൽ ഡീക്കേയിങ്ങും അതുപോലെ തന്നെ ഇൻസെക്ട് അറ്റാക്കും ഒക്കെ ഇല്ലാത്ത ഗുഡ് ടിമ്പറാണ് നമ്മൾ സ്റ്റെയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ ഉണ്ടാക്കുന്നതിന് മുന്നേ അതിനെ ട്രീറ്റിങ്ങും അതുപോലെ സീസണിങ്ങും ഒക്കെ ചെയ്ത് അതിനെ സ്ട്രോങ് ആക്കിയ ശേഷം മാത്രമേ നമുക്കൊരു വുഡൻ സ്റ്റെയർ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, എക്സാമ്പിൾക്ക് വരാറുണ്ട്. തിക്നെസ് ഓഫ് ത്രെഡ്, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 32 mm, അപ്രോക്സിമേറ്റ്ലി 38 mm. എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തിക്നെസ് ഓഫ് ത്രെഡ് ഫോർ വുഡൻ സ്റ്റെയർ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 38 mm. തിക്നെസ് ഓഫ് റൈസർ 25 mm. തിക്നെസ് ഓഫ് സ്ട്രിങ്ങർ 30 to 50 mm. നെക്സ്റ്റ്, നോസിങ് ഷുഡ് നോട്ട് മോർ ദാൻ തിക്നെസ് ഓഫ് ത്രെഡ്. നോസിങ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, പ്രൊജക്ഷൻ ആണ്. ഇതിൽ ത്രെഡിൻ്റെ തിക്നെസ്സിനേക്കാൾ കൂടാൻ പാടില്ല നോസിങ്. ലാൻഡിങ് ഈസ് constructed of tongued and grooved boarding on timber which are supported on wall. ഇവിടെ ലാൻഡിങ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, ടങ്ക്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, വുഡിൽ കൊടുക്കുന്നതാണ്. ഇവിടെ വാൾസുമായി സപ്പോർട്ടഡ് ആയിരിക്കും. താഴെ ഒരു വുഡൻ സ്റ്റെയറിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ ഫിഗറാണ്. ഇവിടെ റൈസറും ത്രെഡും നമുക്ക് കാണാൻ കഴിയും. നോസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ത്രെഡിൻ്റെ താഴെ ഒരു ഗ്ലൂ ബ്ലോക്ക് വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വുഡൻ സ്റ്റെയറിൻ്റെ കേസിൽ നോക്കാനുള്ളത്. അടുത്ത വുഡൻ സ്റ്റെയറിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെയർ, ബ്രിക്ക് സ്റ്റെയർ. സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് ബ്രിക്ക് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇതിനെ ബ്രിക്ക് സ്റ്റെയർ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ബ്രിക്ക് സ്റ്റെയർ കണ്ടിട്ടുണ്ടോ? ദി സ്റ്റെയർ ആർ നൗ നോട്ട് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. അധികം ഉപയോഗിക്കാത്തൊരു സ്റ്റെയർ ആണ് ബ്രിക്ക് സ്റ്റെയർ.
A brick stair may be made of solid construction or arches may be provided. ഇങ്ങനെ ബ്രിക്ക് സ്റ്റെയർ നിർമ്മിക്കുമ്പോൾ സോളിഡ് ബ്ലോക്സ് ഓഫ് ബ്രിക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ നിർമ്മിക്കുന്ന സ്റ്റെയറിൽ നമുക്ക് അതിന് താഴെയായി ആർച്ചസ് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ബ്രിക്ക് സ്റ്റെയറിൻ്റെ. അതിന് താഴെ നോക്കിയതിൽ 2 ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആർച്ച് കൊടുക്കുമ്പോൾ അവിടെയുള്ള ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആർച്ചസ് നമുക്ക് അഡീഷണൽ സ്പേസ് ലഭിക്കുകയാണ്. ആ സ്പേസിനെ കബോർഡ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അവിടെ കബോർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാം. Threads and risers are generally made equal to the length of 1.5 brick and height of 2 layer of brick respectively. ഇതിലുള്ള ത്രെഡ് ആൻഡ് റൈസേഴ്സ് 1.5 ബ്രിക്കിന് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈറ്റ് 2 ലെയർ ഓഫ് ബ്രിക്ക് ഇനി ഈക്വൽ ആയിരിക്കും. എത്രയാണ് നമുക്ക് ബ്രിക്ക് സ്റ്റെയറിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു ബ്രിക്ക് സ്റ്റെയറിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് മെറ്റൽ സ്റ്റെയർ. സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ മെറ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്റ്റെയർ തന്നെയാണ് മെറ്റൽ സ്റ്റെയർ. എവിടെയായിരിക്കും മെറ്റൽ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? ദ എക്സ്റ്റേണൽ പൈറസ്കേപ്പ് സ്റ്റെയർ ആർ ജനറലി മെയ്ഡ് ഓഫ് മെറ്റൽ. എക്സ്റ്റേണൽ പൈറസ്കേപ്പുകളായി മെറ്റൽ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസ് ആർ കാസ്റ്റ് അയൺ, ബ്രോൺസ്, മൈൽഡ് സ്റ്റീൽ. സാധാരണയായി മെറ്റൽ സ്റ്റെയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് കാസ്റ്റ് അയൺ, ബ്രോൺസ്, മൈൽഡ് സ്റ്റീൽ. ദീസ് ആർ ജനറലി യൂസ്ഡ് ഇൻ ഫാക്ടറീസ്, വർക്ക്ഷോപ്പ്, ഗോഡൗൺസ് എക്സെട്ര. സാധാരണയായി മെറ്റൽ സ്റ്റെയർ ഫാക്ടറീസ്, വർക്ക്ഷോപ്പ്, ഗോഡൗൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദിസ് സ്ട്രിങ്ങേഴ്സ് ആർ യൂഷ്വലി ഓഫ് എ ചാനൽ സെക്ഷൻ. മെറ്റൽ ആയതുകൊണ്ട് ചാനൽ സെക്ഷൻസ് വെച്ചാണ് സ്ട്രിങ്ങേഴ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ത്രെഡ് ആൻഡ് റൈസേഴ്സ് ആർ സപ്പോർട്ടഡ് ഓൺ ആംഗിൾസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ സ്ട്രിങ്ങേഴ്സ്. ത്രെഡ് ആൻഡ് റൈസേഴ്സ് ആംഗിൾസ് വെച്ച് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സ്ട്രിങ്ങേഴ്സുമായി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയാണ് നമുക്ക് മെറ്റൽ സ്റ്റെയറിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു മെറ്റൽ സ്റ്റെയറിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇവിടെ ആംഗിൾ അയൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ അയേൺ, ട്രോ, ചെക്കേർഡ് പ്ലേറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാനൽ സെക്ഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് മെറ്റൽ സ്റ്റെയറിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെയർ ആണ് RCC സ്റ്റെയർ. These stairs are now commonly used in all types of construction. ഇന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സ്റ്റെയർ ആണ് RCC സ്റ്റെയർ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള സ്റ്റെയർ RCC സ്റ്റെയർ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. കോമൺ ആയിട്ട് എല്ലാ ബിൽഡിങ്ങുകളിലും ഉപയോഗിക്കുന്ന സ്റ്റെയർ ആണ് RCC സ്റ്റെയർ. റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് കൊണ്ടാണ് ഈ സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. മറ്റു മെറ്റീരിയൽസിനെ അപേക്ഷിച്ചുകൊണ്ട് RCC സ്റ്റെയറിന് ഒരുപാട് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ദേ ആർ ഫൗണ്ട് ടു റെസിസ്റ്റ് വെയർ ആൻഡ് ഫയർ ബെറ്റർ ദാൻ എനി അതർ മെറ്റീരിയൽ. ഇതിന് വയർ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻ്റ് ആണ്. ദീസ് ക്യാൻ ബി മൗൾഡഡ് ടു ഡിസൈഡ് ഷേപ്പ്. നമുക്ക് RCC സ്റ്റെയറിനെ പല ഡിസൈനുകളിലാക്കി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് പല ഷേപ്പുകളിലുള്ള സ്റ്റെയേഴ്സ്, ക്ലാസിഫിക്കേഷൻ സ്റ്റെയേഴ്സ് അക്കോർഡിംഗ് ടു ഷേപ്പ് അല്ലേ. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ട്. സ്റ്റെപ്സ് ക്യാൻ ബി പ്രൊവൈഡഡ് വിത്ത് സ്യൂട്ടബിൾ ഫിനിഷിംഗ് മെറ്റീരിയൽ സച്ച് ആസ് മാർബിൾ, ടൈൽ. നമുക്ക് RCC സ്റ്റെയറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിനിഷിങ്സ് കൊടുക്കാം. മാർബിൾ, ടൈലൊക്കെ വെച്ച് നമുക്ക് ഫിനിഷിംഗ് പ്രൊവൈഡ് ചെയ്യാം. നൈസ് അപ്പിയറൻസ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. ദീസ് സ്റ്റെയർസ് ആർ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആൻഡ് പ്ലീസിങ് ഇൻ അപ്പിയറൻസ്. RCC സ്റ്റെയർ സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കും. ഇതിനൊരു നല്ല അപ്പിയറൻസ് ഉണ്ടായിരിക്കും. ദീസ് ക്യാൻ ഈസിലി ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്ന ഒരു സ്റ്റെയർ ആണ് RCC സ്റ്റെയർ. നെക്സ്റ്റ് ഒരു RCC സ്റ്റെയറിൻ്റെ ഫിഗറാണ്. ഇത് ഏത് തരത്തിലുള്ള സ്റ്റെയർ ആണ്? ഇതൊരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് RCC സ്റ്റെയറിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഡിസൈനും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് എന്ന പോർഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ നമുക്കിനി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. First one, the dash to be used for the construction of stairs should be hard and non-absorbent and they should possess through resistance to the action of fire.
ഫയർ റെസിസ്റ്റന്റ് ആണ്, നോൺ അബ്സോർബന്റ് ആണ്, ഹാർഡ് ആണ്, ഡ്യൂറബിൾ ആണ്. ഇങ്ങനെയുള്ള സ്റ്റെയറിന് പറയുന്ന പേരെന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് ഡാഷ് ദ അറേഞ്ച്മെന്റ് ഈസ് മെയ്ഡ് ടു ഷോ റെക്ടാങ്കുലർ ഷേപ്പ്. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സ്റ്റെപ്പിന്റെ അറേഞ്ച്മെന്റ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതുക. ഇതിലൊരു റിബേറ്റഡ് ജോയിന്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ സ്റ്റെപ്പിൽ. നെക്സ്റ്റ്, ഇൻ ഡാഷ് അറേഞ്ച്മെന്റ് ദ സ്റ്റെപ്സ് ആർ ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ദേ ആർ കട്ട് ഇൻ സച്ച് എ വേ സോ ആസ് ടു ഒബ്റ്റെയിൻ പ്ലെയിൻ സോഫിറ്റ്. പ്ലെയിൻ സോഫിറ്റ് ലഭിക്കാൻ വേണ്ടി സ്റ്റെപ്സിനെ ട്രയാങ്കുലർ ഷേപ്പാക്കി കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന ഇതിനെന്താണ് പറയുന്നത്? അതിൽ തന്നിരിക്കുന്ന സ്റ്റെപ്പുകളിൽ ഏതാണ് കൊടുക്കുന്നത്? ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് അറേഞ്ച്മെന്റ് ദ ത്രെഡ്സ് ആൻഡ് റൈസേഴ്സ് ഓഫ് സ്റ്റോൺസ് ആർ പ്രൊവൈഡഡ് ഈസ് ഇൻ കേസ് ഓഫ് ടിമ്പർ സ്റ്റെപ്പ്. ടിമ്പർ സ്റ്റെപ്പിന്റെ കേസിൽ ത്രെഡ് ആൻഡ് റൈസേഴ്സ് കൊടുക്കുന്നു, സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കറക്റ്റായ ആൻസർ ചൂസ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് അറേഞ്ച്മെന്റ് ദ സ്റ്റെപ്സ് ആർ ഫോംഡ് ഓഫ് ത്രെഡ്സ് ഓൺലി. ത്രെഡ്സ് മാത്രമാണെങ്കിൽ ആ സ്റ്റെപ്സിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് സ്റ്റെപ്സ് ആർ ഇൻ ദ ഫോം ഓഫ് ത്രെഡ് ആൻഡ് റൈസേഴ്സ് ഓഫ് തിൻ സ്റ്റോൺ സ്ലാബ്. ത്രെഡ് ആൻഡ് റൈസേഴ്സ് തിൻ സ്റ്റോൺ സ്ലാബ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സ്റ്റെയർസ് ആർ ലൈറ്റ് ഇൻ വെയ്റ്റ്. ദേ ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ലൈറ്റ് വെയിറ്റ് ആയൊരു സ്റ്റെയർ ആണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്ന ഈ സ്റ്റെയറിന്റെ പേരെന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡാഷ് സ്റ്റെയർ ആർ നൗ കോമൺലി യൂസ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന സ്റ്റെയർ തന്നിരിക്കുന്നതിൽ ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എക്സ്റ്റേണൽ ഫയർ എസ്കേപ്പ് സ്റ്റെയർ ആർ ജനറലി മെയ്ഡ് ഓഫ്. എക്സ്റ്റേണൽ ഫയർ എസ്കേപ്പുകൾ തന്നിരിക്കുന്ന സ്റ്റെയറുകൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വുഡൻ സ്റ്റെയേഴ്സ് ദ തിക്നെസ് ഓഫ് ത്രെഡ് ഈസ് അഡോപ്റ്റഡ് ആസ്. വുഡൻ സ്റ്റെയറിന്റെ തിക്നെസ് എത്രയാണ്? ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ യൂസ്ഡ്. ഇതിൻ്റെ RCC സ്റ്റെയറിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നെടുത്ത ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.